السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا واجعلنا وإياهم من عبادك المتقين ولجميع المسلمين والمسلمات. ഹൈള്, നിഫാസ്, രക്തം നിലച്ചാൽ പത്തു ദിവസത്തിന് മുമ്പായിട്ട് അവരുടെ സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സമയം കഴിഞ്ഞ് രക്തം നിലച്ചു. വലാ യഹില്ലു വത്ത് ഹലാലാകുല ഇനിങ്കത്താലി തമാമി ആദത്തിഹ. 10 ദിവസത്തിൻ്റെ മുമ്പ് ദൂനിഹി 10 ദിവസത്തിൻ്റെ മുമ്പ് അവരുടെ 10 ദിവസം പൂർത്തിയായപ്പോൾ രക്തം നിലച്ചതുകൊണ്ട് മാത്രം വത്ത് ഹലാലാവൂല. വത്ത് ചെയ്യണമെങ്കിൽ ഇല്ല അന്തകത്തസില ഒന്നിക്കൽ അവർ കുളിക്കണം. കുളിച്ചിട്ടേ വത്ത് ചെയ്യാൻ പറ്റുള്ളൂ. 2 ഔ തയമ്മമ വതുസല്ലിയ, അല്ലെങ്കിൽ തയമ്മം ചെയ്ത് ഒരു നിസ്കാരം നിർവഹിച്ചതിന് ശേഷം മാത്രമേ പറ്റൂ. കുളി അവിടെ അല്ലല്ലോ, തയമ്മുമാണല്ലോ ഉള്ളത്, അപ്പോൾ നിസ്കാരം കൂടി കൂട്ടണം. അല്ലെങ്കിൽ ഔ തസ്ഗീറ സ്വലാത്തു സൈനം ഫീ ദിമ്മതിഹ, അല്ലെങ്കിൽ നിസ്കാരം അവളുടെ ഖളാ ആകുന്ന രീതിയിലാവണം. അവിടെ ഉത്തരവാദിത്വത്തിൽ ബാധ്യതയായി തീരണം, കടമായി തീരണം. എന്താ ഉത്തരവാദിത്വത്തിൽ കടമായി തീരുക പറഞ്ഞാൽ ബിയാൻ തജിദ ബാദൽ ഇൻഖിതായി, ആ രക്തം നിന്നതിന് ശേഷം മിനൽ വക്തി അവൾക്കൊരു സമയം ലഭിച്ചു. തജിദ മിനൽ വക്തി, സമയം ലഭിച്ചു. മിനൽ വക്തില്ലത് ഇൻഖത്താ ദമു ഫീഹി, രക്തം മുറിഞ്ഞത് മുതൽ അവൾക്ക് ലഭിച്ചു സമാനൻ, ഒരു സമയം ലഭിച്ചു. രക്തം 7 ദിവസം കഴിഞ്ഞപ്പോൾ രക്തം നിന്നു. അതിനുശേഷം അവൾക്ക് എത്ര സമയം കിട്ടി? സമനൻ യസൗൽ ഉസ്ര വ തഹരീമത, കുളിക്കാനും തക്ബീർ കെട്ടാനും, കുളിക്കാനും തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിക്കാനും വിശാലമാകുന്ന, സാധ്യമാകുന്ന ഒരു സമയം അവൾക്ക് ലഭിച്ചാൽ, ഫമാഫോ, അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ലഭിച്ചാൽ, വലം തഖ്തസിൽ, എന്നിട്ട് അവൾ കുളിച്ചതും ഇല്ല, വലം തയമ്മം, അവൾ തയമ്മം ചെയ്തതുമില്ല, ഹത്താ ഖറജൽ വഖ്തു, അങ്ങനെ സമയം എന്തായി? നഷ്ടപ്പെട്ടു. അപ്പോൾ ആ സമയയുടെ ഖളാലോട് കൂടി വത്ത് ചെയ്യലാണ്. കാരണം നിസ്കാരം അവൾ നിമ്മത്തിൽ വന്നല്ലോ. അപ്പോൾ 7 ദിവസം പൂർത്തിയായി. അതിനുശേഷം കുളിക്കാനും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാൻ എത്രയാണ് വേണ്ടത്? 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റോ അതിലധികമോ ലഭിച്ചാൽ, എന്നിട്ടും അവൾ കുളിച്ചില്ല, തയമ്മം ചെയ്തതുമില്ല. അവൾ കുളിക്കുകയോ തയമ്മം ചെയ്യാവൂ നിർബന്ധം. അങ്ങനെ സമയം എന്തായി? കഴിഞ്ഞു പോയി. അസ്ർ ബാങ്ക് കൊടുത്തു. ളുഹറിൻ്റെ നേരത്താണെങ്കിൽ അസ്ർ ബാങ്ക് കൊടുക്കലോട് കൂടെ എന്ത് ചെയ്തു? ഇനി വത്ത് ചെയ്യാം. അതാണ് നിസ്കാരം അവളെ ദിമ്മത്തിൽ കടമായി തീരുക എന്ന് പറഞ്ഞാൽ. വദാലിക ബിഅൻ തജിദ ബഅദൽ ഇൻഖിതാഇ മിനൽ വഖ്തില്ലദി ഇൻഖതഅ ദമു ഫീഹി, രക്തം മുറിഞ്ഞ ആ സമയമുണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ സമയം. ഇപ്പോൾ ളുഹറാണെങ്കിൽ ളുഹർ, ആ ളുഹറിൻ്റെ സമയത്തിൽ നിന്ന് അവൾക്ക് ലഭിക്കുക സമനൻ യസൗൽ ഉസ്ല വ തഹരീമത, കുളിക്കും തക്ബീറത്തുൽ ഇഹ്റാമിനും നിർവഹിക്കുന്നതിന് മതിയാകുന്ന സമയം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ. എന്നിട്ടും വലം തഖ്തസിൽ, വലാക്കിൻ ലം തഖ്തസിൽ എന്നർത്ഥം. കുളിച്ചതുമില്ല, തയമ്മം ചെയ്തതുമില്ലെങ്കിൽ ഏതുവരെ ചെയ്തില്ല? ഹത്താ ഖറജൽ വഖ്തു, ആ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നത് വരെ. അങ്ങനെയാകുമ്പോൾ വത്ത് ചെയ്യാം. ഇനി വതഖദിൽ ഹൈദ് വന്നുഫസാഉ സൗമ ദൂന സ്വലാത്തി, ഹൈലുകാരിയും നിഫാസുകാരിയും നോമ്പ് ഖളാ വീട്ടണം, നിസ്കാരം ഖളാ വീട്ടാൻ പറ്റൂല. നേരത്തെ പറഞ്ഞ മനസ്സിലായില്ലേ? ഓക്കെ. യാറൂമിൽ ജനാബത്തി ഖംസത്തു അഷ്യ, നിസ്കാരം ഖളാ വീട്ടാൻ പാടില്ല, നോമ്പ് ഖളാ വീട്ടണം. ഇജ്മാ. യാറൂമിൽ ജനാബത്തി ഖംസത്തു അഷ്യ, ജനാബത്ത് കൊണ്ട് 5 കാര്യങ്ങൾ ഹറാമാകുമോ? സ്വലാത്തു, നിസ്കാരം. കാരണം ശുദ്ധി വരുത്തണമല്ലോ നിസ്കാരത്തിന്. ശുദ്ധി ഇല്ലാതെ എങ്ങനെ നിസ്കരിക്കാം? ഖിറാഅത്തു ആയത്തി മിനൽ ഖുർആനി മസ്സുഹ, ഖുർആൻ്റെ ഒരായത്ത് ഓതലും തൊടലും. ഇല്ലാ ബിഖിലാഫിൻ, ചട്ടയോടുകൂടെ അല്ലാതെ. ചട്ടമനാണെങ്കിൽ തൊടാം.
ഒരായത്ത് ഓതാൻ പാടില്ല. വദുഖൂലു മസ്ജിദ് തവാഫി, തവാഫിൻ്റെ മസ്ജിദിൽ പ്രവേശിക്കുക അല്ലേ? തവാഫിന്ന അങ്ങനെയാണല്ലേ. പിന്നെ അക്ഷരത്തെറ്റി നല്ലോണം ഉണ്ട്. അതാണ് ശരി. ആ വാവ് തീന്ന് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ തവാഫ് എന്നാണ് വേണ്ടത് കേട്ടോ. ഇവരിങ്ങനെ തെറ്റിച്ചാൽ എന്താ ചെയ്യുക? വഹയറുമാൽ മുഹദ്ദിസി, അശുദ്ധിയുള്ളാക്ക് ഹറാമാണ് സലാത്ത് അഷ്യ, നിസ്കാരം, തവാഫ്, മുസാഫ് തൊടൽ, ഇല്ലാ ബിഖിലാഫിൻ, ചട്ടയോട് കൂടെ പിടിക്കുക. ചട്ടമലാണെങ്കിൽ തൊടാം അല്ലേ? ഒദമിൽ ഇസ്തിഹാദത്തി, ഇനി ഇസ്തിഹാദത്തിൻ്റെ രക്തം അതേതുപോലെയാണ്? ഈ ഇസ്തിഹാദത്തിലുള്ള ആൾക്കാരെ ഹുക്കുമാണ് ഈ പറയുന്നത് കേട്ടോ. ഒരു പുതിയ പാഠത്തേക്ക് കയറുകയാണ്. മുസ്തഹാദത്തിൻ്റെ ഹുക്കുമ് അതേമാതിരി ഉദറുള്ള ആൾക്കാരൊക്കെ ഹുക്കുമാണ് ഈ പറയുന്നത്. എന്താ പറയുന്നത്? വദമുൽ ഇസ്തിഹാദത്തി കറുആഫിൻ ദായിമിൻ, നിത്യമായ മൂക്ക് എന്നുള്ള രക്തം വരിക, അതില്ലായ്മ ഉസ്സലാത്ത, നിസ്കാരത്തെ തടയില്ല എന്നാണ്. നിസ്കാരം അതുകൊണ്ട് ബാധ്യത ഒഴിവാകൂല. വലാ സോമൻ, റുആഫ് എന്ന് പറഞ്ഞാൽ തരിമൂക്കിന്ന് രക്തം വരിക, മൂക്കൂടൊക്കെ രക്തം വരില്ല എപ്പോഴും എല്ലാ സമയത്തും. റുആഫ് എന്ന് പറഞ്ഞാൽ ലാ യംനഉ സ്വലാത്തൻ വലാ സൗമൻ വലാ വത്അൻ, വത്ഇനെയും ഹറാമാക്കൂല. വതതവല്ലഉൽ മുസ്തഹാദത്തു, അപ്പം അതൊക്കെ ചെയ്യണം എന്നർത്ഥം. അപ്പം ഇങ്ങനെയുള്ള ഏത് അസുഖമാണെങ്കിലും എല്ലാ സമയത്തും രക്തം വരിക അങ്ങനെയൊക്കെയുള്ള ഉണ്ടാവില്ലേ, അതൊക്കെ ഇവരൊക്കെ ചെയ്യണം. എന്നാൽ തതവല്ലഉൽ മുസ്തഹാദത്തു, ഇസ്തിഹാദത്തുള്ള പെണ്ണ് എന്ത് ചെയ്യണം? വുളു എടുക്കണം. ഇസ്തിഹാദത്ത് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, അക്കലിലായതിനേക്കാൾ കുറഞ്ഞാൽ ഇസ്തിഹാദത്തായിട്ടാണ് കൂട്ടുക. അല്ലെങ്കിൽ അക്സറുലായതിനേക്കാൾ കൂടിയാലും 10 ദിവസത്തേക്കാൾ കൂടിയാലും ഇസ്തിഹാദത്താണ്. അല്ലെങ്കിൽ അക്സറുൻ നിഫാസിനേക്കാൾ കൂടിയാലും ഇസ്തിഹാദത്താണ്. ഗർഭിണിൻ്റെതും ഇസ്തിഹാദത്തായിട്ടാണ് കൂട്ടുക. 9 വയസ്സ് പൂർത്തിയാണതിന് മുമ്പ് വരുന്നതും ഇസ്തിഹാദത്തായിട്ടാണ് കൂട്ടുക. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ മുസ്തഹാദത്ത് ഗർഭിണിയുടെ ഇസ്തിഹാദത്തായിട്ട് കൂട്ടുന്നുണ്ടോ? അതെ അതെ, അത് ഹയലാണെന്ന്, ഹയലല്ലാന്ന് പറഞ്ഞില്ലേ? ഷാഫി മദ്ഹബിൽ അത് ഹയലായിട്ട് കൂട്ടുക. ഹയലല്ലെങ്കിൽ പിന്നെ ഇസ്തിഹാദത്തല്ലേ ആവുക? അപ്പോൾ മുസ്തഹാദത്ത് വുളുവെടുക്കണം. വമൻ ബിഹി ഉദറുള്ളവരും കസലിസി ബൗലിൻ അവിസ്തിത്ലാഖി ബത്തിനിൻ, മൂത്രവാർച്ചയുള്ള വ്യക്തിയെപ്പോലെ അല്ലെങ്കിൽ വയറ്റുപുന്നു പോകുന്ന വ്യക്തിയെപ്പോലെ, ലൂസ് മോഷൻ എന്നൊക്കെ പറയില്ലേ, അതേമാതിരി രക്തം, ഗ്യാസ് ഇങ്ങനെ എല്ലാ സമയത്തും ഗ്യാസിൻ്റെ സോക്കടക്കുള്ള ആൾക്കാരുണ്ടല്ലോ, അല്ലെങ്കിൽ മുറിവെന്ന് രക്തം ഇങ്ങനെ സ്ഥിരമായിട്ട് കൊണ്ടേയിരിക്കുകയാണ്, അതിനെ കെട്ടിയിട്ട് നിർത്തുന്നില്ല, ഇരുന്നിട്ടോ ഒന്നും നിൽക്കുന്നില്ല, അവർ ഒതുവെടുക്കണം. വക്തി കുല്ലി വുളൂഇൻ, എല്ലാ ഫറദിൻ്റെയും വക്തിന് വേണ്ടി ഒതുവെടുക്കണം. എല്ലാ ഫറദിനും ഒതുണ്ടാക്കണം എന്നല്ല, ഓരോ ഫറദിനെയും വക്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഒതുണ്ടാക്കണം. ഓരോ ഫറദിനും വേണ്ടി ഒതുണ്ടാക്കണം എന്നാണ് നമ്മളെ
മറ്റു മതബൊക്കെ പറയാം. നമ്മൾ പറയുന്ന ഓരോ വക്തിനും അതുണ്ടാക്കിയാൽ മതി. ഒരു വക്തിനും അതുണ്ടാക്കിയാൽ മറ്റേ വക്തിനും മതിയാവില്ല എന്നർത്ഥം. വൈസല്ലൂന ബിഹി, അങ്ങനെ ആ സമയത്തുണ്ടാക്കിയ വുളു കൊണ്ട് ബാങ്ക് കൊടുത്തതിന് ശേഷം ഉണ്ടാക്കിയ വുളു കൊണ്ട് അവർ നിസ്കരിക്കണം. മാഷാ ഊമിനൽ ഫറായിദി, അവരെത്ര ഉദ്ദേശിക്കുന്ന സുന്നത്തും ഫർദും നിസ്കരിക്കണം. അതാ എന്തോ ആവട്ടെ. അപ്പോൾ ആ പറഞ്ഞതിന് മനസ്സിലായി, സമയം കഴിഞ്ഞാൽ പിന്നെ വുളു ബാത്തിലാകുന്നു അല്ലേ? വേബത്തുൽ വുളൂഇൽ മഅ്ദൂരീൻ, ഉദറുള്ള ആൾക്കാരുടെ വുളു ബാത്തിലാകും. ഖുറൂജിൽ വഖ്തി, സമയം തീർന്നാൽ, നിസ്കാരത്തിന്റെ സമയം തീർന്നാൽ ഉദറുള്ളവരുടെ ഈ പറയപ്പെട്ട എല്ലാവരുടെയും വുളു ബാത്തിലാകുന്നതാണ്. അത് എന്തുകൊണ്ടേ ബാത്തിലാവുള്ളൂ? രക്തം പുറപ്പെട്ടാലോ ഒന്നും പുറപ്പെടൂല. പിന്നെ ഖുറൂജുൽ വഖ്തി കൊണ്ട് മാത്രമേ ബാത്തിലാകൂ. ഖുറൂജിൽ വഖ്തി ഫഖ്ത്, വേറെന്തില്ല. ഇനി അത് പുറപ്പെട്ടോണ്ട് അല്ല, രക്തം പുറപ്പെട്ടുകൊണ്ടോ മറ്റൊന്നും എന്താവൂല, അവർ വുളു ബാത്തിലാവൂല. പക്ഷേ ഇവിടൊക്കെ ആ മുറിവൊന്ന് കെട്ടണം എന്ന് പറയുന്നുണ്ട് ഷറഹില്. കെട്ടി വെച്ച് നമസ്കരിക്കണമെന്നല്ലേ? രക്തമൊക്കെ വരുന്നിടത്തേ. അതെ അതെ, അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇവിടെ. ഇനി ഇരുന്നിട്ടാണ് നിസ്കരിച്ചാൽ രക്തം നിൽക്കുമെങ്കിൽ അപ്പൊ ഇരുന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്, അപ്പൊ നിൽക്കണ്ട എന്നുള്ളതാണ്. അതേപോലെ ആംഗ്യം കാണിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെങ്കിൽ എന്ത് ചെയ്യണ്ട, സുജൂദ് ചെയ്യണ്ട. സുജൂദിന് ആംഗ്യം കാണിച്ചാൽ മതി. കാരണം സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ രക്തം വരും, അങ്ങനത്തെ പ്രശ്നമൊക്കെ വരികയാണെങ്കിലേ പിന്നെന്താക്കണ്ട, ഈ അശുദ്ധിയോട് കൂടി നിസ്കരിക്കണ്ടല്ലോ. അപ്പൊ അയാള് ആംഗ്യം കാണിച്ച് നിസ്കരിച്ചാൽ മതി. അപ്പൊ ചുരുക്കത്തിൽ ഇങ്ങനെ ഹബസ് ചെയ്യാന്നുള്ളത് നിർബന്ധമാണ്, കെട്ടിയിട്ടോ. അതുകൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, കെട്ടുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ, ചില മുറിവ് ചിലപ്പോൾ കെട്ടാൻ പറ്റൂല. അപ്പോ മൂക്കിലൊക്കെ ഇപ്പം എന്താ ചെയ്യാ? മൂക്കുന്നൊക്കെ രക്തം വരുന്നൊരു കാര്യമൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതേമാതിരി മൂത്രവാർച്ചയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ? ദക്കറിൽ എന്തെങ്കിലുമൊക്കെ വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? തടയാൻ പറ്റും. ഇനി ഇസ്തിഹാദത്തുള്ള സ്ത്രീയും എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. രക്തം ഒരഭിപ്രായം അങ്ങനെയാണ്. അവിടെ ഖിലാഫൊക്കെ പറയുന്നുണ്ട്. ഇനി ولا يسير معذورا حتى يستوعب النذر وقتا كاملا ليس فيه انقطاع بقدر الوضوء والصلاة. ഈ മഅ്ദൂറിന് ഇപ്പൊ ഈ ഉദറുള്ള ആൾക്ക് ഇപ്പൊ ഈ അളവുണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ സമയത്തിന്റെ, ഈ നിസ്കാരത്തിന്റെ സമയത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഉദർ ഒഴിവാകുന്ന ഒരു സാഹചര്യം ഇല്ലെങ്കിലാണ്. നിസ്കാരത്തിനും വുളു എടുക്കാനുള്ള സമയം അവന് ഒഴിവായി കിട്ടുമെങ്കിൽ പിന്നെ അവന് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റൂല, അവൻ മഅ്ദൂർ എന്ന് പറയാൻ പറ്റൂല. ഫുൾ ടൈം എന്താണ് ഈ കാരണം ഉണ്ടാകണം. വലാ യസീറു മഅ്ദൂറൻ, ഈ വ്യക്തി എന്താവൂല, ഉദറുള്ളവനാകൂല. ഏതുവരെ? ഹത്താ യസ്തൗഇബഹുൽ ഉദുറു വഖ്തൻ കാമിലൻ, ആ കാരണം പൂർണ്ണമായ സമയത്തും ഉണ്ടാകുന്നത് വരെ. ഇസ്തൗഇബ പൂർണ്ണമാവുക, അലുദുറു കാരണം വ്യാപിക്കണം. വഖ്തൻ കാമിലൻ, പൂർണ്ണമായ സമയം. ലൈസ ഫീഹി ഇൻഖിതാ, മുറിയാത്ത, ഈ ഉദർ മുറിയാത്ത, രക്താണെങ്കിൽ രക്തമൊന്നും മുറിയാത്ത പൂർണ്ണമായ സമയത്തും ഈ ഉദർ ഉണ്ടാവുന്നത് വരെ. ഇസ്തൗഇബ എന്ന് പറഞ്ഞാൽ മൊത്തമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. എത്ര സമയം? ഖദ്രിൽ വുളൂഇ വസ്സലാത്തി, വുളു എടുക്കാനും നിസ്കരിക്കാനും പറ്റുന്ന ഒരു സമയം ഈ ഉദർ ഇല്ലാതെ പൂർണ്ണമായ സമയത്തും ഈ ഉദർ ഉണ്ടാകുമ്പോഴാണ് മഅ്ദൂറായി തീരുക. അതേ സമയത്ത് വുളു ഉണ്ടാക്കാൻ നിസ്കരിക്കാനൊക്കെ ഉള്ള സമയം ഇടക്കിടക്ക് ഈ ഉദർ ഇല്ലാതെയാവുന്നുണ്ടെങ്കിൽ അയാൾ മഅ്ദൂർ എന്ന് പറയാൻ പറ്റൂല. വഹാദാ ശർത്തു സുബൂത്തിഹി, ഇതാണ് ഈ ഉദർ സ്ഥിരപ്പെടാനുള്ള ഷർത്ത്.
ഏത് ശുദ്ധിയാക്കാനും നിസ്കരിക്കാനും പോലും സമയമില്ലാത്ത വിധം മുറിയാത്ത അവസ്ഥ വരിക എന്നത്, അതാണ് ഈ ഉദർ സ്ഥിരപ്പെടാനുള്ള വശറത്തു ദവാമിഹി വുജൂദുഹു. ഞാൻ ഉദർ നിലനിൽക്കാനുള്ള ഷർത്ത് വുജൂദുഹു ഫി കുല്ലി വഖ്തിൻ ബഅദ ദാലിക, അതിനുശേഷം എല്ലാ വക്തും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇസ്തിയാബിന് ശേഷം ആ ഉദറിഞ്ഞ് നിലനിൽക്കാനും, ആ ഉദറിഞ്ഞ് അടുത്ത വക്തിലേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എല്ലാ വക്തിലും ഉണ്ടാവണം. അത് നിലനിൽക്കണമെങ്കിൽ ഇപ്പം ആ സംസ്കാരത്തിന് ഉദറുണ്ടായിരുന്നില്ല അടുത്ത സംസ്കാരത്തിന് ഉദറുണ്ടാവണം എന്നില്ല. അപ്പോൾ ഷർത്ത് ദവാമിഹി, ആ ഉദർ നിലനിൽക്കാനുള്ള ഷർത്ത് വുജൂദുഹു, ആ കാരണം ഉണ്ടാകണം ഫീ കുല്ലി വഖ്തിൻ ബഅദ ദാലിക, ഇസ്തിയാബിന് ശേഷം എല്ലാ സമയത്തിലും ഉണ്ടാവണം. വലോ മറത്തൻ ഒരൊറ്റ വട്ടെങ്കിലും ഉണ്ടാകണം. ഷർത്തു ഇൻഖിതാഇഹി, ആ ഉദർ അവസാനിക്കുന്നതിൻ്റെ ഷർത്ത്, ആ ഉദർ ഇല്ല എന്നതിൻ്റെ ഷർത്ത് ഖുലൂബ് വഖ്തിൻ കാമിലിൻ അൻഹു, പൂർണ്ണമായൊരു സമയം അതിനത്തോട് ഒഴിവാകലാണ്. ഒരു സമയത്ത് തീരെ ഉണ്ടായില്ലെങ്കിൽ മുറിഞ്ഞു എന്നർത്ഥം. അതേ സമയത്ത് ഒന്നാമത്തെ വക്തിൽ വുളു ഉണ്ടാക്കാനും